ഏവർക്കും നമസ്കാരം. ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് ലിബി പബ്ലിക്കേഷൻസിൻ്റെ ആത്മാവിലെ ഹൃദയം തേടി എന്ന നോവലാണ്. ഇതിൻ്റെ രചയിതാവ് മനോജാണ്. ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവർകളാണ് ഇത് പ്രകാശനം നിർവഹിക്കുന്നത്. പ്രസിദ്ധ ഗ്രന്ഥകാരൻ, കഥാകൃത്തും നോവലിസ്റ്റുമായ എബ്രഹാം മാത്യു അവർകളാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി കെ അനിൽകുമാർ, ഡോക്ടർ ഐഷ സക്കീർ, സലിൻ മാങ്കുഴി, ഫെബിന, ലിബി അക്ബർ എന്നിവർ സംസാരിക്കുന്നു. മലയാള നോവൽ സാഹിത്യം വളരെയേറെ സമ്പന്നമാണ്. ലോകോത്തരമായ പല കൃതികളും സംഭാവന ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാം നിര അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽപ്പെട്ട എഴുത്തുകാരുടെ രചനകൾ, അതിനുശേഷം രണ്ടാം തലമുറ, മൂന്നാം തലമുറ, ഇപ്പോൾ നവീനമായ ഭാവുകത്വമായി പുതിയ പ്രമേയങ്ങളുമായി വായനക്കാരൻ്റെ സംവേദന തലങ്ങളെ വേറൊരു രീതിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ കഥകളും പ്രമേയങ്ങളുമായി ഒരു തലമുറ വായനക്കാരുടെ മുമ്പിലുണ്ട്. പഴയതുപോലെ എഴുത്ത് സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള നേർക്കുനേരെയുള്ള പോരാട്ടം എന്നതിനുപരി ആശയതലത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അക്ഷരങ്ങളിലൂടെ ആയുധം നൽകുന്ന, അത് ഒരു പക്ഷേ സമൂഹത്തിൻ്റെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാക്കി സാമൂഹിക പരിവർത്തനത്തിലേക്ക് നയിക്കുകയും അതേപോലെ തന്നെ സമൂഹത്തിനെ സർവതല സ്പർശിയായ രംഗങ്ങളിലെ പ്രതിപാദിച്ചുകൊണ്ടുള്ള രചനകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ആത്മാവിൻ്റെ ഹൃദയം തേടി, ആത്മാവിൻ്റെ ഹൃദയം എന്ന ഒരു പദം, ഇത് ഒരു ഇതിലെ കേന്ദ്ര കഥാപാത്രം ഒരു അന്വേഷണ യാത്ര നടത്തുകയാണ്. സുഖം അന്വേഷിച്ചാണ്, ദുഃഖമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ദുഃഖം ഇല്ലാതാക്കുവാനുള്ള മാർഗം അന്വേഷിച്ചാണ് എല്ലാവിധ ചെയ്തികളും നടത്തിപ്പോരുന്നത്. ഇവിടെ കഥാപാത്രം വളരെയേറെ അന്വേഷണത്തിനൊടുവിൽ ദുഃഖമില്ലാതെ ജീവിക്കുവാനുള്ള ഒരു ഫോർമുല കണ്ടെത്തുന്നുണ്ട്. ആ ഫോർമുല എന്തെന്ന് ഇപ്പോൾ വിശദീകരിക്കുക സാധ്യമല്ല, വിശദീകരിക്കുന്നത് ഉചിതവുമല്ല. അതാണ് ഈ പുസ്തകത്തിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതാണ്. ഇത് രചിക്കപ്പെട്ട മനോജ് കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ്. എഞ്ചിനീയറാണ്, ബിടെക്കും എംടെക്കും എല്ലാം കഴിഞ്ഞ് ഒട്ടേറെ പഠനം നടത്തിയ ആളാണ്. അപ്പോൾ ആ കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ സാമർഥ്യവും വെളിപ്പെടുന്നുണ്ട്. അത് വളരെ ലളിത ഭാഷയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇത് പ്രകാശനം ചെയ്യപ്പെടുവാൻ ഇവിടെ എത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്, സമ്മതിച്ചിട്ടുള്ളത് ബഹുമാന്യനായ കൃഷ്ണകുമാർ സാറാണ്. ഈ പുസ്തകോത്സവത്തിൻ്റെ അമരക്കാരനെന്ന നിലയിൽ വളരെ തിരക്കുള്ള ആളാണ്. അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഏറ്റുവാങ്ങുന്നത് എബ്രഹാം മാത്യു അവർകളാണ്. നമ്മൾക്ക് ചിരപരിചിതനാണ് അദ്ദേഹം. പാരമ്പര്യ രചനയുടെ വഴികളിൽ നിന്ന് മാറി സഞ്ചരിച്ച് അനുവാചകനെ തൻ്റെ രചനകളിലൂടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാൻ സർഗസാമർഥ്യം പ്രകടിപ്പിച്ച എഴുത്തുകാരനാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായ എബ്രഹാം മാത്യു. അദ്ദേഹമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. ഈ കൃതികളെക്കുറിച്ചും ഇതിൻ്റെ പ്രകാശന കർമ്മത്തിൻ്റെ ആമുഖമായി സംസാരിക്കുന്നതിനും അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
പ്രിയ സുഹൃത്തുക്കളെ, ഈ ആത്മാവിൻ്റെ ഹൃദയം തേടി എന്ന ഈ പുസ്തകം എനിക്ക് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിലൂടെ കുറേ നേരം ആ പുസ്തകത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചു. ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ആ പുസ്തകം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു പരിഭാഷ കൃതി ആയിരിക്കുമെന്ന്. മനോജ് എന്ന ആ എഴുത്തുകാരനെ എനിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ പുസ്തകത്തിൽ പരിമിതമായ സമയത്തും കൊണ്ട് വായന തുടർന്നപ്പോൾ അതിലെ ഓരോ നിരീക്ഷണങ്ങളും ഞാൻ ഒരു കാലത്ത് അന്വേഷണം നടത്തിയ ജീവിത സമസ്യകളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളായിട്ട് എനിക്ക് തോന്നുകയും ഒരു സാമ്യം അനുഭവപ്പെടുകയും ചെയ്തു. എല്ലാ തത്വചിന്തയും ജീവിതം, മരണം, പുനർജന്മം, ഇങ്ങനെയൊക്കെയുള്ള ചങ്ങലകളാൽ ബന്ധിതമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തീർപ്പുകളും അന്വേഷണങ്ങളുമാണല്ലോ. മനോജ് വളരെ ഹൈലി ഫിലോസഫിക്കലായിട്ടുള്ള തൻ്റെ കാഴ്ചപ്പാട് ഈ നോവലിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പരലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നറേഷൻ ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കുകയുണ്ടായി. കാരണം ഇതിന് സമാനമായ ഒരു രചന ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പുറത്തു വന്നിട്ടില്ല. പരലോക കൽപ്പനകൾ എപ്പോഴും നമ്മുടെ ഒരു ഫാൻറ്റസിയെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ പാരഡൈസ് ലോസ്റ്റ് പോലുള്ള കൃതികളിലൊക്കെ അതുണ്ട്. അപ്പോൾ ഞാൻ വിഭാവനം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഞാൻ എഴുതാൻ എഴുതിയിട്ടുള്ള പരലോകം ഒരു അഭൗമമായ ലോകമാണ്, ഒരു ഫാൻറ്റസിയിൽ നിറഞ്ഞ ലോകമാണ്. അവിടെ മനുഷ്യർക്ക് പ്രത്യേക രൂപങ്ങളൊന്നുമില്ല, മറ്റ് മാനുഷിക വികാരങ്ങളൊന്നുമില്ലാത്ത ഒരു പരലോകത്തെക്കുറിച്ചാണ് എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നൽ, ഒരു ഇമാജിനേഷൻ. മനോജിൻ്റെ പരലോകം കുറച്ചുകൂടെ സമ്പന്നമാണ്, വളരെ തെളിച്ചമുള്ളതാണ്. തീന്മേശകളും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷമുണ്ട്, നല്ല പ്രകാശമുണ്ട്, ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അപ്പം മനോജ് ഈ പുസ്തകത്തിൽ ഈ പരലോകത്തെ നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം എഴുതിയിരിക്കുന്ന പരലോകത്തെ രീതികൾ ഇതിലെ കഥാപാത്രമായ വിവിയൻ അറിയാൻ തുടങ്ങുന്നു. ചന്ദ്രപ്രകാശമുള്ള നിലാവുള്ള രാത്രി, പരലോകത്ത് കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു, കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തെങ്ങോ പനയോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കുറേ വൃക്ഷങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ പരലോകത്തും നമ്മുടെ കേരളത്തിൻ്റെ ഒരു റിപ്ലിക്ക ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മനോജിൻ്റെ ആ ഭാവനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പരലോകത്തെക്കുറിച്ച് ആർക്കും ഏത് രൂപത്തിലും ഭാവന നെയ്യാവുന്നതാണല്ലോ, അതിന് പരിമിതിയില്ലല്ലോ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യന് മോചനമുണ്ടോ? ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അത്തരം ചിന്തകളെക്കുറിച്ചുള്ള, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മനുഷ്യന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ ദാർശനികമായ കാര്യങ്ങളാണ് ഈ നോവൽ കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും മനോജ് ആദ്യത്തെ പുസ്തകമാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത്. അതുതന്നെ സാധാരണ ഫിലോസഫി ഇഷ്ടപ്പെടുന്നവരെ ഇത് കൂടുതൽ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, സാധാരണ വായനക്കാരേക്കാൾ. എനിക്ക് തോന്നുന്നു മനോജ് നടത്തുന്ന ഒരു ആത്മാന്വേഷണമാണ് ആത്മാവിൻ്റെ ഹൃദയം തേടി എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ പൊരുൾ. ആത്മാന്വേഷണം, ആരുടെയും ആത്മാന്വേഷണം എങ്ങും പരിപൂർണമായി എത്തിച്ചേരുന്നില്ലെന്ന് നമുക്കറിയാം. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, അന്വേഷിക്കുക എന്നുള്ളത്. അന്വേഷണം തന്നെ തുടക്കവും ഒടുക്കവുമാകുന്ന അവസ്ഥയുമുണ്ട്. ഏതായാലും ആത്മാവിൻ്റെ ഹൃദയം തേടി ഉള്ള മനോജിൻ്റെ അന്വേഷണം തുടരട്ടെ എന്നും ആ അന്വേഷണത്തിനിടയിൽ കണ്ടെത്തുന്ന പുതിയ ദർശനങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള വായനക്കാർക്കായിട്ട് കൂടുതൽ മിഴിവോടുകൂടി പകർത്തട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. പരലോകത്ത് ഇപ്പം ഇതിൻ്റെ കവറ് അദ്ദേഹം പറഞ്ഞു ഒരു AI പ്രോഡക്റ്റാണ് ഈ കവറ്. അപ്പോൾ ഒരു സുഹൃത്ത് മനോജിനോട് പറഞ്ഞു, ഇതൊരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ ദർശനങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ്. മനോജിൻ്റെ മുഖച്ഛായയുമായിട്ട് ഈ AI ഇമേജിന് വലിയ സാമ്യമുണ്ട്. അപ്പോൾ ഏതായാലും പുതിയ ലോകത്തേക്കുള്ള ഒരു
ഒരു അന്വേഷണത്തിൻ്റെ വഴി തുറക്കാൻ മനോജിന് സാധിച്ചു. അത് ശക്തമായി നീങ്ങട്ടെ എന്ന് ഒരു മുതിർന്ന എഴുത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഞാൻ ആശംസിക്കുന്നു. നന്ദി. മാനവ സംസ്കാരത്തിൻ്റെ നിധിശേഖരങ്ങളാണ് പുസ്തകങ്ങൾ. ഈ നിധിശേഖരങ്ങൾ ആവോളം നുകരാനും അതിനെ ആസ്പദമാക്കി ഒരു സംസ്കാരം കെട്ടിപ്പടുക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന നിലയിലാണ് ഇവിടെ പുസ്തകോത്സവം നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പുസ്തകങ്ങളുടെ ഒരു ആഗോള തലസ്ഥാനമായി കേരളം മാറുവാനുള്ള ശ്രമത്തിലാണ്. ഈ പുസ്തകോത്സവവും അങ്ങനെയാണ്. ഈ പുസ്തകോത്സവത്തിൻ്റെ അമരക്കാരൻ കൂടിയായ, സാരഥി കൂടിയായ നിയമസഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവർകൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എബ്രഹാം മാത്യു അവർകളാണ്. ഒരു സ്ട്രെയിഞ്ചായ ടൈറ്റിലാണ്. ആത്മാവിൻ്റെ ഹൃദയം തേടി എന്നുള്ളതാണ്. അതിനകത്ത് ഈ പരലോകത്ത് പോകുന്ന കാഴ്ചകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല, കാരണം വായനയ്ക്കുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ട് ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല. പരലോകം, അതുപോലെ തന്നെ ആത്മഹത്യ, പിന്നെ അതുപോലെ തന്നെ തുടങ്ങിയ വെളിച്ചം എന്നൊക്കെ പറഞ്ഞ ഓരോ ചാപ്റ്റേഴ്സാണ് അതിനകത്തുള്ളത്. എന്തായാലും അല്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തിരി ഫിലോസഫിക്കൽ ഓവർവ്യൂ ഉള്ളൊരു പുസ്തകമാണ്. വേറിട്ട ഒരു പുസ്തകമാണ്. സാധാരണ പുസ്തകങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു ശൈലിയും വിഭിന്നമായ ഉള്ളടക്കവും കൊണ്ട് ശ്രദ്ധേയമായ പുസ്തകമാണ്. വായിക്കുക, ഗ്രന്ഥകാരനെ പ്രോത്സാഹിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രഥമ പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ നമുക്കെല്ലാം അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാം. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ നല്ല പബ്ലിഷേഴ്സ്, ആ ടൈറ്റിൽ കവർ പേജ് നോക്കുക, എത്ര ഗംഭീരമായിരിക്കുന്നു. അത് ലിപിയുടെ മാത്രം ഒരു കയ്യൊപ്പാണ്. ആ കളറും ആ കളർ കോമ്പിനേഷനും ആ കെട്ടിലും മട്ടിലും. ഈ നോവലുകൾ ശ്രദ്ധേയമാകുന്നത് തീർച്ചയായിട്ടും പുസ്തകം ഈ കവർ പേജിലൊക്കെ വലിയ ഘടകമുണ്ട്. ആളുപാതി ആടപാതി എന്നാണല്ലോ ചൊല്ലി തന്നെ അല്ലേ. ആടയിലൊരു ഘടകമുണ്ട്. ഇപ്പോൾ ആടപാതി ജാടപാതി എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആടയ്ക്കൊരു ഘടകമുണ്ട്. അത് അത്രയും നല്ലൊരു കെട്ടും മട്ടുമുള്ള പുസ്തകം സമ്മാനിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം സമ്മാനിച്ച മനോജിനും, അത് ഇത്രയും നല്ല മികവാർന്ന ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ വിത്ത് പിക്ചേഴ്സ് ആൻഡ് ഡ്രോയിങ്സ് അത് പിക്ചറൈസ് ചെയ്ത്, അതിനുവേണ്ടി പേജുകളൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം പിക്ചറൈസ് ചെയ്ത് ഇത്രയും മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്ത നമ്മുടെ ലിബി പബ്ലിക്കേഷൻസിനും എല്ലാ ഭാവുകങ്ങളും അനുമോദനങ്ങളും ആശംസകളും നന്ദി. താങ്ക് യു. ഞാനൊരു പരിപാടി അടുത്തതായി ശ്രീ PK അനിൽകുമാർ. അദ്ദേഹം ഗ്രന്ഥകാരനും പ്രഭാഷകനുമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, മനോജിൻ്റെ ആത്മാവിൻ്റെ ഹൃദയം തേടി എന്ന പുസ്തകം, ആ പുസ്തകം നാളിതുവരെയുള്ള മലയാള ഭാവനയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഇന്ത്യയുടെ യഥാർത്ഥ ആദിമ സംസ്കൃതിയായ കൊട്ടാരത്തിൻ്റെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് സിദ്ധാർത്ഥ രാജകുമാരനിൽ നിന്ന് കൊട്ടാരത്തിൻ്റെ സുഖകാമനകളെല്ലാം ത്യജിച്ച് ജീവിതത്തിൻ്റെ തെരുവുകളിലൂടെ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പൊരുൾ തേടി ഒടുവിൽ ബോധോദയം സിദ്ധിച്ച ബുദ്ധൻ, ആ ബുദ്ധനിൽ നിന്ന് തുടങ്ങുന്ന ഒരന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ കേന്ദ്രബിംബം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ മലയാളത്തിലെ ആധുനികത നോവൽ പ്രസ്ഥാനം, ആദരണീയനായ എബ്രഹാം മാത്യു, മലയാളത്തിലെ മൗലിക ലാവണ്യമുള്ള കഥകൾ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ അടക്കം ആധുനികതയിൽ എം മുകുന്ദനടക്കമുള്ളവർ പ്രയോഗിച്ച ആവിലായിലെ സൂര്യോദയം അസ്തിത്വ ദർശനത്തെ സംബന്ധിച്ച് വിഭ്രാത്മകമായ അന്വേഷണം നടത്തി
മലയാള ഭാവനയെ ഞെട്ടിപ്പിച്ചിക്കുന്ന അത്തരം കൃതികളിൽ നിന്ന് വ്യതിരിക്തമായി ഈ പുസ്തകം വായിച്ചപ്പോൾ 2 കൃതികളാണ് ഈ പുസ്തകത്തിനൊപ്പം എൻ്റെ ഹൃദയത്തിലൂടെ സമാന്തരമായി സഞ്ചരിച്ചത്. അതിൽ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് കാലം ഹൃദയത്തിലിട്ട ഹെർമൻ ഹസ്സെയുടെ സിദ്ധാർത്ഥ എന്ന വിഖ്യാത നോവലാണ്. ഞാൻ ആ നോവലിൻ്റെ ദാർശനികമായ വിധാനങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇതേപോലെ ഇതിനകത്ത് മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ഹേതു അന്വേഷിച്ച് പുറപ്പെടുന്ന വിവിയൻ, അങ്ങനെ പുറപ്പെടുന്ന ആ ചെറുപ്പക്കാരനും ഹെർമൻ ഹസ്സയുടെയും സിദ്ധാർത്ഥയുടെ അന്വേഷണം സമാന്തര രേഖകളിലാണ്, ഒരേ ഋജുരേഖയിലാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഒടുവിൽ ഹെർമൻ ഹസ്സയുടെ സിദ്ധാർത്ഥ ഒരു നദിയുടെ തീരത്തെത്തി നദിയുടെ തോണിക്കാരൻ്റെ സഹായിയായി കൂടി ആ നദിയുടെ ഗതിവിലയങ്ങൾക്കൊപ്പം നദിയുടെ ജീവന സംഗീതം ശ്രവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സമസ്യകൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ ഇതാ ഈ എഴുത്തുകാരൻ, മറ്റൊരു എഴുത്തുകാരൻ്റെ ഒരു കൃതി എന്ന് പറയുന്നത് OV വിജയൻ്റെ ഗുരുസാഗരം എന്ന് പറഞ്ഞ നോവലാണ്. ആ ഗുരുസാഗരം നോവലിൻ്റെ അവസാനം നോവലിലെ നായക കഥാപാത്രമായ കുഞ്ഞുണ്ണി തൂതപ്പുഴയിൽ അറിവിൻ്റെ കേദാരമായിരുന്ന പ്രഗാഢമായ ഗ്രന്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ തൂതപ്പുഴയിൽ സ്നാനം ചെയ്തിട്ട് അവസാനം ഭാഗവതവുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ ഈ എഴുത്തുകാരൻ പരലോകത്തെത്തുമ്പോൾ അതിൽ വെളുത്ത പൂക്കളിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഒന്നും മനഃപൂർവ്വം പഠിക്കാതിരിക്കുക, ജിജ്ഞാസയെ ഭയത്തിൻ്റെ കൂട്ടിൽ നിന്ന് തുറന്നു വിടുക, മുകളിലുള്ള ആകാശം വിസ്തൃതമാണ്, അത് പറന്നു നടക്കട്ടെ. ഒടുവിൽ ഈ മനുഷ്യൻ ദുഃഖത്തിൻ്റെ പൊരുൾ കണ്ടെത്തിയോ എന്ന് ചോദിച്ചാൽ ശ്രീബുദ്ധൻ ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞിട്ടുണ്ട്, നീ തന്നെ നിൻ്റെ വിളക്കാവുക. നോവലിസ്റ്റ് ഇതാ നോവൽ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: ദൈവം തന്നിലൊരു ചിരാത് തെളിയിച്ചിരിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ഹൃദയം അതെൻ്റേതല്ല, ആരുടേതുമല്ല, എന്നാൽ എല്ലാവരുടെയും എല്ലാറ്റിൻ്റെയുമാണ്. ആ വെളിച്ചം ആർക്കെങ്കിലുമൊക്കെ മരണത്തിന് മുൻപ് നൽകുക മാത്രമാണ് എൻ്റെ മഹത്തായ ജോലി. ചുരുക്കി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, മറ്റുള്ളവർക്കായി കത്തിയെരിയുന്ന സൂര്യന്മാരായി അപരനെ സ്നേഹിക്കാൻ, അപരനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ, ഞാനെന്ന ഭാവം ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ശമിപ്പിക്കും എന്നറിയുന്ന തത്വചിന്താ നിർഭരമായ ജീവിതത്തിൻ്റെ കാലുഷ്യങ്ങളെയെല്ലാം സ്നാനപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് മനോജിൻ്റേത്. ഈ വേറിട്ട ഭാവനയ്ക്ക്, എഴുത്തിന്, പ്രമേയത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നത് എഴുത്തുകാരിയും പ്രഭാഷകയുമായ അഡ്വക്കേറ്റ് ആയിഷ സക്കീറാണ്. മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാന ഹൃദയരെ, സമയത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വളരെ വിഭിന്നമായ ഒരു കണ്ടെത്തലിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്ന ഈ എഴുത്തുകാരന് ആശംസ നേരുക എന്നുള്ള ഒരു ചെറിയ കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് പിൻവാങ്ങാം എന്ന് വിചാരിക്കുന്നു. റൂമി പറഞ്ഞിട്ടുണ്ട്, മുറുകെ പിടിക്കുന്നതിനും വിട്ടേക്കുന്നതിനും ഇടയിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ജീവിതമെന്ന്. അത് സ്വയാന്വേഷണത്തിൻ്റെ ഭാഗമായി, അസ്തിത്വാന്വേഷണത്തിൻ്റെ ഭാഗമായി ജീവിതത്തെ നിരന്തരമുള്ള ഒരു വിജ്ഞാന സപര്യയായി കാണുന്ന ചില മനുഷ്യരുണ്ട്. ഈ പുസ്തകത്തിലൂടെ മനോജ് നടത്തുന്നത് ദുഃഖങ്ങളില്ലാത്ത ജീവിതം സാധ്യമാണോ എന്നുള്ളൊരു അന്വേഷണമാണ്. അത് അപരാന്വേഷണത്തിലേക്കുള്ള അപരാനുഭവങ്ങളെ സ്വകീയമാക്കി അതിൽ നിന്നും ജീവിതത്തിൻ്റെ മൂല്യവും സത്തയും കണ്ടെത്താനുള്ള ഒരു അന്വേഷണമായി പരിവർത്തനപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള വളരെ ശ്രദ്ധേയമായ, വായിച്ചു പോകുമ്പോൾ ഒരുപാട് അത്തരം ഭാഗങ്ങളുണ്ട്. എന്നാലും ഈ സദസ്സിന് മുന്നിൽ ഒരു ഭാഗം മാത്രം, ഒരു 5-8 വരികൾ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കിളി, മനസ്സിൻ്റെ യഥാർത്ഥ രൂപം നീ അറിഞ്ഞല്ലോ. ഇനി ദുഃഖത്തിൻ്റെ, മനസ്സമാധാനക്കുറവിൻ്റെ കാരണങ്ങൾ അറിയുക. അത് ശാശ്വതമായി പരിഹരിക്കാൻ വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുക. ഭാരങ്ങളെല്ലാം തീരട്ടെ. മനസ്സിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഭാരവും ഇപ്പോൾ നീ ഇറക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് അന്നേരം വവ്വാലുകൾ കൂട്ടമായി ആകാശത്ത് പറന്നു. നിന്നെ മറക്കാൻ ഒരിക്കലും എനിക്കാകില്ല, എന്നെങ്കിലും ഒരിക്കൽ
ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് വീണ്ടും കാണാം എന്നൊരു ശുഭപ്രതീക്ഷ കൂടി എഴുത്തുകാരൻ ആ ഭാഗത്ത് പങ്കുവെക്കുന്നുണ്ട്. വായിച്ചു തുടങ്ങുമ്പോഴും ഓരോ ഭാഗത്തിൻ്റെ അവസാനവും അത് അവിടെ തന്നെ പൂർണ്ണമായി അവസാനിക്കുന്നു എന്ന രീതിയിൽ ഒരു ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. അതിൽ നിന്നും വീണ്ടും ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മുടെ വായന പോകുമ്പോൾ ഒരു പുതിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി തുടങ്ങുകയും നാം വായിച്ചു നിർത്തിയെടുത്തു നിന്നും നമ്മുടെ ചിന്തയെ വേറൊരു തലത്തിലേക്ക് ഉയർത്താനും മനോജ് ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപരനിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയും അപരാനുഭവങ്ങളിലേക്ക് നമ്മെ സ്വയം പരിവർത്തനപ്പെടുത്തുകയും അന്യൻ്റെ അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത് സ്വജീവിതാനുഭവമായി പരിവർത്തനപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ മൂല്യം അത്തരത്തിൽ സൃഷ്ടിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന മനുഷ്യരുടെ അഭാവം നാം ഇന്ന് കാണുന്നുണ്ട്. അത്തരം അഭാവങ്ങൾക്കിടയിൽ സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, അലിവ് കൊണ്ട് മറ്റൊരാളെ ചേർത്ത് നിർത്തുവാനുള്ള മഹനീയമായ ഒരു കഴിവ് കൊണ്ട് ചില മനുഷ്യരെങ്കിലും നമ്മളെ വിസ്മയിപ്പിക്കും. അത്തരത്തിലുള്ളൊരു പുസ്തകമാണ് ഇത്. ലോകത്തിൻ്റെ വീട് ഇരുണ്ടതാണെങ്കിൽ സ്നേഹം ജനാലകൾ ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തും എന്നുകൂടി റൂമി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നേഹം കണ്ടെത്താനും സ്നേഹത്തിലൂടെ ജീവിതത്തിൻ്റെ ദുഃഖത്തെ മായ്ക്കാനും ആ ദുഃഖമില്ലായ്മയിൽ നിന്നും ജീവിതത്തിൻ്റെ അനശ്വരത ആത്മാവിലേക്ക് ആവാഹിക്കുവാനുമുള്ള ഒരാളുടെ ഒരു തീർത്ഥാടനമാണ് ഈ പുസ്തകം. ആ പുസ്തകം വായിക്കുക, നാം കൂടെ ചേർന്ന് നിൽക്കുക. നന്ദി, നമസ്കാരം. അടുത്തതായി എഴുത്തുകാരി ഫെബിനയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഫെബിനയുടെ ഒരു കൃതി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഇവിടെ പ്രകാശനം ചെയ്തിരുന്നു. മഹദിയെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഹൃദയം തേടി എന്ന മനോഹരമായ ഒരു കവർച്ചട്ടയോട് കൂടിയാണ് ഈ പുസ്തകം. ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആത്മാവിൻ്റെ ഹൃദയം തേടി. ലോകമുണ്ടായ കാലം മുതലേ എല്ലാ മനുഷ്യരും, എല്ലാ തത്വചിന്തകരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഹൂ ആം ഐ. എല്ലാവരും ചോദിക്കുന്നു വീണ്ടും വീണ്ടും, ആരാണ് ഞാൻ? ഈ സത്യയെ തേടിയുള്ള അന്വേഷണമാണ് ജീവിതം. ആ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു മനോഹരമായ ഒരു കൃതിയാണ്, നോവലാണ് ഇവിടെ മനോജ് രചിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ AI ഡിസൈനിലൂടെയാണ് ഈ കവർ ചിത്രം വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അട്രാക്ഷൻ. പിന്നെ ഇത് ചെയ്തിരിക്കുന്ന ലിബി പബ്ലിക്കേഷൻസ് ആണ്. ഇത്തരം മനോഹരമായ കൃതികളെല്ലാം വളരെ ഭംഗിയായിട്ട് വായനക്കാരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ലിബി പബ്ലിക്കേഷന് പ്രത്യേകം നന്ദി പറയാതിരിക്കാൻ വയ്യ. വളരെ ഭംഗിയിലും അട്രാക്റ്റീവായിട്ടും സമയബന്ധിതമായിട്ടാണ്. എൻ്റെ മുമ്പ് തന്നെ എൻ്റെ ഒരു പുസ്തകം വളരെ ചെറിയൊരു സമയം കൊണ്ടാണ് ലിബി പബ്ലിക്കേഷൻസ് നല്ല രീതിയിൽ പുറത്തേക്ക് വായനക്കാരുടെ മുമ്പിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പുസ്തകവും തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കൂടുതലൊന്നും പുസ്തകത്തെക്കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല, കാരണം ഇത്രയും മനോഹരമായിട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി രചയിതാവാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. മനോജിന് ഇങ്ങനൊരു പുസ്തകം വായനക്കാരുടെ മുമ്പിലേക്ക് സമ്മാനിച്ചതിന് രചയിതാവിന് എല്ലാവിധ ആശംസകളും. ആദ്യ പുസ്തകം തന്നെ ഇത്ര മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും തുടർന്നും ഇതുപോലത്തെ പുസ്തകങ്ങൾ വായനക്കാരുടെ മുമ്പിലേക്ക് സമ്മാനിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ലിബി പബ്ലിക്കേഷൻസിനും രചയിതാവ് മനോജിനും എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സമയം ഏതാണ്ട് തീർന്നു. ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ച മനോജ് നമ്മളോട് സംവദിക്കുന്നു. ലിബി പബ്ലിക്കേഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ലിബി അക്ബർ സാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഔപചാരികതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമസ്കാരം. ഞാൻ സാധാരണ ഒരു ട്രഡീഷണൽ റൈറ്റർ അല്ലാത്തതുകൊണ്ട് എൻ്റെ വർത്തമാനം സാധാരണ മനുഷ്യരെ പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഭയങ്കര ഈ സാഹിത്യപരമായിട്ട് മിണ്ടുന്ന ഒരാളല്ല. എനിക്കങ്ങനെ മിണ്ടാനും പറ്റില്ല. എൻ്റെ എഴുത്തും അങ്ങനെയാണ്, എൻ്റെ വ്യക്തിത്വം അങ്ങനെയാണ്. ഓക്കെ, എഴുത്തുകാരനാവുക എന്നുള്ള ഞാൻ ഒരിക്കലും ആസ്പയർ ചെയ്തില്ല എന്ന് മാത്രമല്ല, ടു ബി ഓണസ്റ്റ് ഭയങ്കര ചമ്മലുള്ളൊരു സംഗതി കൂടെ. ഞാൻ ഈ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ഭയങ്കര എന്താ വെച്ചാൽ, നമ്മളെ കുട്ടിക്കാലത്ത് ഇപ്പോൾ എൻ്റെ വയസ്സുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, പെൺകുട്ടികളോട് മിണ്ടുക, ഇംഗ്ലീഷിൽ മിണ്ടുക, സാഹിത്യപരമായിട്ട് മിണ്ടുക, ഈ 3 കാര്യങ്ങളും സ്കൂളിൽ നിന്ന് എപ്പോഴും കളിയാക്കപ്പെടുന്ന സാധനമാണ്. ആദ്യത്തെ 2 കാര്യം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതുകൊണ്ട്, അതായത് ഇംഗ്ലീഷിൽ മിണ്ടലും പെണ്ണുങ്ങളോട് മിണ്ടലും ആവശ്യമുള്ളതായതുകൊണ്ട് അത് ഓവർകം ചെയ്താലും ഈ എഴുത്തുകാരൻ എന്നുള്ള നമ്മൾ എന്തെങ്കിലും ഒന്ന് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി സാഹിത്യപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് അടിച്ച മാതിരി തെന്നൊരു സൗണ്ട് ബാക്കിൽ നിന്ന് കേൾക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടിയാണ് ഒരു റൈറ്റർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി. പക്ഷേ ഞാൻ ഏത് ഐഡൻറ്റിറ്റിയെ സ്വീകരിക്കില്ല എന്ന് എപ്പോഴും വിചാരിച്ചിരുന്നോ, കഴിഞ്ഞ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൂടാ, ഭയങ്കര അബ്സേർഡായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മളെ ലൈഫിൽ നടന്നത്, എൻ്റെ ലൈഫിൽ. അതായത് ഡയറക്റ്റ് എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ
കണക്റ്റഡ് ആണ്, പക്ഷെ അബ്സേർഡാണ്. എനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നി, ഇതെന്താണ്. അപ്പോൾ ഫണ്ടമെൻ്റലി ഞാൻ സീക്ക് ചെയ്ത ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സിമ്പിളായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ, ജീവിതം എന്ന് പറയുന്നത് എല്ലാ മൊമെൻറ്റിലും നമുക്കൊരു റിക്വയർമെൻ്റ് ഉണ്ട്, ഒരു ആഗ്രഹമുണ്ട്, ഒരു നീഡുണ്ട്. ഈ നീഡിനെ തീരുമാനിക്കുന്നത് എക്സ്റ്റേണൽ വേൾഡാണ്. ഇത് നമ്മളെ കൺട്രോളല്ല, അതായത് ബാഹ്യലോകം നമ്മളെ കൺട്രോളല്ല, അത് നാച്ചുറലി നടക്കുകയാണ്. ഇനി അതിനെ പ്രതിരോധിക്കാനുള്ള എൻ്റെ കഴിവെന്ന് പറയുന്നതും എനിക്ക് കൺട്രോളിലാണോ എന്ന് വെച്ചാൽ ടോട്ടലി എനിക്ക് കൺട്രോളുള്ളതല്ല. കാരണം എൻ്റെ പാരമ്പര്യവും അനുഭവങ്ങളെന്ന് പറയുന്നത് എനിക്കൊരു കൺട്രോളും ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ ഏത് മൊമെൻറ്റിലും കൺട്രോൾ ഇല്ലാത്ത ഒരു പ്രോസസ്സിലാണോ ഞാൻ കടന്നു പോകുന്നത് എനിക്ക് വല്ലാണ്ട് തോന്നിപ്പോയി. കാരണം പുറം ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കഴിവുകളും എൻ്റെ കഴിവല്ല, എൻ്റെ പാരമ്പര്യമാവാം. എൻ്റെ കഴിവുകളും എൻ്റെ ശ്രദ്ധയും അശ്രദ്ധയും ഒക്കെ എൻ്റെ പാരമ്പര്യവും അനുഭവങ്ങളും കൊണ്ട് ഫോർമുലേറ്റ് ആവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കറക്റ്റ് അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും, ഈ സാധനങ്ങളൊന്നും എൻ്റെ കൺട്രോളല്ല. എന്നിട്ട് ഞാൻ ഈ ജീവിതം എൻ്റെ കൺട്രോളാന്ന് വിചാരിച്ചിട്ട് ഈ 40-45 കൊല്ലം ജീവിച്ചു പറയുമ്പോൾ ഭയങ്കര പേടിയാവുമല്ലോ. ആ ഒരു തോട്ടിൽ നിന്ന് പിന്നെ ഓർഗാനിക്കായിട്ട് ഞാൻ എഴുതിയാണ്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഞാനിത് എഴുതിയതും ഇതിങ്ങനെ അച്ചടിക്കുന്നതും. എൻ്റെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് എന്നെ അറിയാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ അത്ഭുതമാണ് ഇത് അവസാനം പ്രിൻ്റ് ചെയ്തെന്നുള്ളത്. എല്ലാവരും പ്രിൻ്റ് ചെയ്താനാണ് അത്ഭുതം പറഞ്ഞത്, എഴുതിയാനല്ല. അപ്പോൾ അതുവരെയൊക്കെ എത്തിയത് മൂപ്പര കൃപ, വിധി അങ്ങനെയായിരുന്നു. എല്ലാവരോടും നന്ദി. പിന്നെ അത് ഭയങ്കര അത്ഭുതമാണല്ലോ. കാരണം ഒരു നിയമസഭേൻ്റെ സെക്രട്ടറി വന്നിട്ട് നമ്മൾ പരിപാടിയിൽ വരാത്ത പ്രശസ്തരായ സാഹിത്യകാരന്മാർ വരിക നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ദൈവത്തോടും കൂട്ടുകാരോടും നമ്മൾ അക്ബർ ഖാനോടൊക്കെ നന്ദി പറയുന്നു. വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുക, എന്നിട്ട് ഈ പറയുന്ന കോളുണ്ടോ സംഭവത്തിന് നിങ്ങൾ നോക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്രകാശന ചടങ്ങ് ഇവിടെ പൂർത്തിയാകുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ലിപി പബ്ലിക്കേഷൻസിൻ്റെ നന്ദി അറിയിക്കുന്നു.